بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അള്ളാഹു ഇതിലേറെ സന്തോഷത്തില് നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മെഹദി ഉസ്താദിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട സഹൃദമും അവിടുത്തെ ലോജത്തിന്റെയും നേതൃത്വത്തില് നല്ല രൂപത്തില് ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നുണ്ട്. സന്തോഷമാണ്. അതും പരിപൂർണമായി ഇസ്ലാമികമായ രൂപത്തിൽ. നമ്മള് ഓൺലൈനിൽ കൂടിയാണെങ്കിലും ഈ കൂട്ടായ്മ നമ്മളെ നിയ്യത്ത് വെക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. വജബത്ത് മഹബ്ബത്തി ലിൽ മുതജാലിസീന ഫിയ. എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് ഓൺലൈനിൽ കൂടിയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ടാണല്ലോ, വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർക്ക് വജബത്ത് മഹബ്ബത്തി, എന്റെ മഹബ്ബത്ത് ഉറപ്പായി എന്നാണ് അള്ളാഹു ഖുദ്സിയായ ഹദീസുകളിൽ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടാനാണ്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടി മരിക്കണം. അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ കേന്ദ്രമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനാണല്ലോ നമ്മൾ ദുനിയാവിലേക്ക് വന്നതും നമ്മള് ഇബാദത്ത് ചെയ്യുന്നതും മക്കളെ പോറ്റുന്നതും ഭർത്താക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതൊക്കെ അതിനു വേണ്ടിയാണ്. അപ്പൊ ഓൺലൈനിൽ കൂടിയാണെങ്കിലും ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലാണ്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടാൻ കാരണമാണ്. അള്ളാഹു അങ്ങനെയുള്ള വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നല്ല ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഇനി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് മാത്രം അർത്ഥം വെക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിന്റെ 46-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു ആ സൂറത്തിൽ ആയത്തിൽ പറയുന്നത്? അൽ മാലു വൽ ബനൂന സീനത്തു ദുനിയാ. സമ്പത്തും നമ്മളെ സന്താനങ്ങളും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. നമ്മുടെ മക്കളും നമ്മുടെ സന്താനങ്ങളും ഈ ദുന്യവിയായ ജീവിതത്തിന്റെ ഒരു അലങ്കാരമാണ്. എന്നാൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്ന് നിലനിൽക്കുന്ന സ്വാലിഹായ സൽക്രമം ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അത് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളതും അള്ളാഹുവിന്റെ അടുക്കല് വലിയ പ്രതീക്ഷ നൽകുന്ന സൽക്രമങ്ങളാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് കാണാം, നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും ബാഖിയാത്ത് സ്വാലിഹാത്ത് ആവണം. എന്നും നിലനിൽക്കുന്ന ഒരു സ്വാലിഹായ കർമ്മമാകണം നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും. ഇവിടെ സമ്പത്തും മക്കളും അള്ളാഹു ഒന്നിച്ചു പറയാൻ ഒരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമ്പത്ത് ഹലാലായ സമ്പത്തായിരിക്കണം. ഹലാലായ സമ്പത്ത്, അതിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന നമ്മുടെ രക്തം, ബ്ലഡ്, ആ രക്തത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശുക്ലം, മനി, അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കള്. അപ്പൊ ഹലാലായ സമ്പത്ത് ഉള്ളവരാണെങ്കിൽ, ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന മക്കള് നല്ല മക്കളായി തീരും. അതേ സമയത്ത് ഹറാമാണ്, വട്ടിയും മറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഹറാമുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മക്കള്
അത് നരകത്തിന്റെ മക്കളായി തീരും. നമ്മുടെ മക്കള് കേടുവരാൻ ഏറ്റവും ഒന്നാമതായി കാരണക്കാരൻ നമ്മളാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന് സമ്പത്തിനെയും മക്കളെയും ഒന്നിച്ചു പറഞ്ഞത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. അത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. പക്ഷെ എന്താക്കണം? അതിനെ ബാക്കിയാത്തു സ്വാലിഹാത്താക്കണം. അത് നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സമ്പത്താവണം. നമ്മളെ മക്കള് ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാകണം. നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങൾ വേണം. ഞാനിവിടെ അടുത്ത് മഞ്ചേശ്വരം വസങ്കടി ഭാഗത്ത് ഒരു സഹോദരി മരണപ്പെട്ട് അതിന്റെ 40ന്റെ ദുആക്ക് വേണ്ടി പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോയി. ആ സഹോദരിക്ക് കുടുംബത്തിൽ നിന്നല്ലാതെ 21 ഖത്തുമുകൾ ആ മജ്ലിസിൽ വെച്ച് ഹദിയ ചെയ്യാം. അപ്പൊ അന്വേഷിക്കുമ്പോ ആ സഹോദരിക്ക് വേണ്ടി 16 ഖത്തം ഓതിയത് കേരളത്തിന്റെ അങ്ങേയറ്റ് തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീകളെ മാത്രം, പെണ്ണുങ്ങളെ മാത്രമുള്ള ഒരു ഗ്രൂപ്പില് പെണ്ണുങ്ങളാണ് ഓതിയത്. അവരുമായിട്ട് ഈ സഹോദരി അവർ കണ്ടിട്ടില്ല, ഈ സഹോദരി അവരെയും കണ്ടിട്ടില്ല. പക്ഷെ അവര് പരിപൂർണമായി ഇസ്ലാമിക രൂപത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിലൂടെ ഇൽമ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ആ ഒരൊറ്റ ബന്ധം ആ സഹോദരിക്ക് 21 ഖത്തം കുടുംബത്തിൻ്റെതല്ലാതെ പുറത്തുനിന്ന് ഓതി. ഞാൻ പറയാൻ കാരണം, നമ്മള് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. ശറഈയായി ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ പലതും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഓൺലൈൻ മജ്ലിസുകളും അതിന്റെ മുസ്ലിയാക്കന്മാരും നടത്തുന്ന കുറെ ഓൺലൈൻ ഗ്രൂപ്പുകളുണ്ട്. ഒരു പുരുഷനുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ പോയി കൂടാൻ പാടില്ല, ചതിയാണത്. അപ്പൊ അങ്ങനെയുള്ള തട്ടിപ്പിലേക്കൊന്നും നമ്മൾ കുടുങ്ങി പോകരുത്. അതേ സമയത്ത് സ്ത്രീകളെ മാത്രം നിയന്ത്രിക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന രൂപത്തിലുള്ള നല്ല സ്ത്രീകളെ മാത്രം നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കൂടി ഉഖ്റവിയായ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത്, നമ്മുടെ മക്കള് നന്നായി വരണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ സമ്പത്ത് നല്ല സമ്പത്താവണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ കല്യാണ വീടുകളിൽ പോയാൽ ഭക്ഷണം കഴിക്കാൻ പേടിയാണ്. പല ആളുകളും ലോൺ എടുത്തും മറ്റു വട്ടിക്ക് വാങ്ങിയിട്ടൊക്കെയാണ് ഇപ്പൊ കല്യാണങ്ങൾ നടത്തുന്നത്. ആ ഹറാമായ ഭക്ഷണം നമ്മളെ വയറ്റിലേക്ക് പോവാണ്. പിന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന മക്കള് ആ രൂപത്തിലേ ആവുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി ഉമ്മമാര് ശ്രദ്ധിക്കണം, നമ്മളെ ഭർത്താക്കളുള്ള ജോലി അത് നല്ല ഹലാലായ വരുമാനമുള്ള ജോലിയാകണം. എന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന മക്കൾ എന്താകും? വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ വലിയ പ്രതിഫലമുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്നതുമായ സമ്പത്തായി മാറും. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഖബറിൽ കിടക്കുമ്പോ ഉപകരിക്കുന്ന മക്കളാകണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരയുന്ന വ്യക്തിയാണ്. കരഞ്ഞിട്ട് അവിടെ താടി രോമങ്ങൾ വരെ നനയാറുണ്ട്. അപ്പൊ മഹാനവറുകളോട് ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ ഖബർ കാണുമ്പോ കരയുന്നത്? മഹാനവർ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബർ ഒരു മനുഷ്യന്റെ ആഖിറത്തിന്റെ കടമ്പകളിൽ ആദ്യത്തെ കടമ്പയാണ്. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അതിനുശേഷം വരുന്നതൊക്കെ അവൻക്ക് എളുപ്പമാകും. അതേ സമയത്ത് ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ അതിനുശേഷം വരുന്നതൊക്കെ വളരെ കഠിനമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയണം. ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ സ്വാലിഹായ അമലുകൾ വേണം. നമ്മളെ നല്ല മക്കള് നമുക്കുണ്ടാവണം. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായി വളരണം. എന്നിട്ട് മഹാന്മാർ പറയും, കുന്ത ഫിന്നാരി കുന്ത മഅന്നാസ്, നീ നരകത്തിലാണെങ്കിൽ നിന്റെ കൂടെ ആളുകളുണ്ട്. നീ പരലോകത്ത് നിൽക്കുമ്പോഴും മഹ്ശറയിലും നിന്റെ കൂടെ ആളുണ്ട്. വഇൻ കുന്ത ഫിൽ ഖബരി ലം യകും മഈ അഹദുൻ ഫലിദാലിക അബ്കി. അതേ സമയത്ത് എന്റെ ഖബറിൽ എന്റെ സൽക്കർമ്മങ്ങളല്ലാതെ
ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആര്? സ്വർഗത്തിന്റെ ടിക്കറ്റ് ദുനിയാവെന്ന് കിട്ടിയവർ വരെ ഖബറിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആഖിറു സമാനിന്റെ ചണ്ടികളായ നമ്മളൊക്കെ അവസ്ഥ എന്താവും? അതുകൊണ്ട് എന്നോട് ഉപദേശിക്കാണ്, നമ്മളെ മക്കളെ നല്ല മക്കളാക്കി വളർത്തണം. നമ്മൾ ആ ഖബറിൽ കടക്കുന്ന സമയത്ത് അവരെ ദുആ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അത് നല്ല ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളായി, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 4 സമയങ്ങള് വളരെ കൂടുതൽ ശ്രദ്ധിക്കണം ഉമ്മമാര്. 4 സമയം എന്ന് പറഞ്ഞാൽ, ഒന്ന് കുട്ടികളെ രാത്രി ഉറക്കുന്ന സമയം. മനഃശാസ്ത്രത്തിൽ പറയുന്ന വിഷയമാണ്. ഉറങ്ങുന്ന സമയം. ആ സമയത്ത് നല്ല ഹാപ്പിയായി സന്തോഷത്തിൽ കുട്ടികൾ ഉറക്കണം. അതേപോലെ തന്നെ കുട്ടികൾ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം. നമുക്കറിയാം, വിളിച്ചാലേ ചിലപ്പോ കുട്ടികൾ പെട്ടെന്ന് എഴുന്നേൽക്കൂല. എന്നാലും സബറെടുത്ത് നമ്മൾ ആ മക്കളെ നല്ല റാഹത്തിൽ ദിക്റുകളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് സോപ്പിട്ട് നല്ല രൂപത്തിൽ എന്താക്കണം, മക്കളെ രാവിലെ എഴുന്നേൽപ്പിക്കണം. ചീത്ത പറഞ്ഞിട്ടാവരുത്, അടിച്ചിട്ടാവരുത്. അതേപോലെ തന്നെ മഹാന്മാര് പറയുന്നത്, അതേപോലെ തന്നെ കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന സമയം ഗടിപിടിയ സമയമായിരിക്കും. എന്നാലും സുബറെടുത്ത് നല്ല സന്തോഷത്തിൽ കുട്ടികളെ സമാധാനിപ്പിച്ചേക്കണം. 4-മത് കുട്ടികൾ സ്കൂള് വിട്ടു വരുന്ന സമയം. ആ സമയത്ത് കുട്ടികളെ സ്വീകരിക്കാൻ വാതിലിന്റെ അടുക്കൽ നമ്മൾ ഉണ്ടാവണം. ഈ 4 സമയങ്ങൾ വളരെ നല്ല രൂപത്തിൽ കുട്ടികളെയുമായി നമ്മൾ പെരുമാറിയാൽ അതാ കുട്ടികളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. എന്റെ ഒരു അനുഭവം പറയാണ്. ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ വൈകുന്നേരം സമയം കിട്ടിയുള്ള കുട്ടികൾ വരുന്ന കാത്തിരിക്കും. അപ്പൊ ചിലപ്പം കുട്ടികൾ പോകുമ്പോ നമ്മളെ ചോദ്യത്തിനോട് പറയും, ഇന്നും വെച്ച് വൈകുന്നേരം വരുമ്പോ നമ്മളെ കാത്തുണ്ട് നിൽക്കുമെന്ന് ചോദിക്കും. അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കുട്ടികളെ അങ്ങനെ നല്ല ഹാപ്പിയായി സന്തോഷത്തിൽ സ്നേഹത്തിൽ വളർത്തണം. പഴയ കാലം പോലെയല്ല. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മര്യാദ പഠിപ്പിക്കണം. ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഉമ്മക്കായാലും വാപ്പക്കായാലും കുറച്ച് പ്രയാസമുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. ആദ്യം കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ രാവിലെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്താക്കണം, എങ്ങനെയാണ് മൂത്രം വയ്ക്കേണ്ടത്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയാക്കൽ എങ്ങനെയാണ്, മൂത്രത്തിന്റെ ആ നജസിന്റെ ഗൗരവം, അതെല്ലാം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുറച്ച് വലുതായാലും കുട്ടികളെ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ല. നമ്മൾക്ക് കൂടുതൽ കാണുന്നതാണ്. മൂത്രത്തിന്റെ വിഷയത്തിലോ ഫാൻഡിൽ നജസാകുന്ന വിഷയത്തിലോ ഒരു ശ്രദ്ധയും നമ്മുടെ കുട്ടികൾക്ക് കാണുന്നില്ല. അതിന് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ആ കാര്യം ഉമ്മമാരെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ കുടുംബക്കാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. വലിയവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഒരിക്കലും വാശിയും അതേപോലെ ദേഷ്യവും കളവും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികളുടെ മൊബൈൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. മൊബൈലിൽ കൂടെ ടിവിയിൽ കൂടെ അവർ ഈ സിനിമയും മറ്റും കണ്ടാൽ പിന്നെ കുട്ടികൾ അതാണ് പഠിക്കുക. ചെറിയ മനസ്സാണ്, അവരുടെ മനസ്സിൽ പെട്ടെന്ന് അതെല്ലാം കയറി വെക്കും. അതുകൊണ്ട് ഈ ദുസ്വഭാവങ്ങൾ വരാതിരിക്കാൻ ടിവിയും മൊബൈലും നമ്മൾ കുട്ടികളെ തൊട്ട് നിയന്ത്രിച്ചേ മതിയാകൂ. 3-മതായി ഞാൻ പറയുന്നു, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല സ്വഭാവം പഠിപ്പിക്കണം. പരസ്പരം സഹകരിക്കുന്ന ഒരു മനസ്സോട് കൂടിയായിരിക്കണം കുട്ടികളെ വളർത്തുക. അതേപോലെ നല്ല അച്ചടക്കവും ക്ഷമയും കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കണം. അത് പ്രാക്ടിക്കലായി നമ്മൾ പഠിപ്പിക്കണം, പരസ്പരം സഹകരിപ്പിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികള് അവരുടെ കൂട്ടുകെട്ട്, മദ്രസയിലെ കൂട്ടുകെട്ടാവട്ടെ, സ്കൂളിലുള്ള ചങ്ങായിമാരാവട്ടെ, അവരുടെ നരകരയുള്ള ചങ്ങായിമാരാവട്ടെ, അവരെ കുറിച്ച് നല്ല ബോധം രക്ഷിതാക്കളായി നമുക്ക് വേണം. അതേ ഇന്നത്തെ കുട്ടികളെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് മൊബൈലാണ്.
അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഈ വിഷയങ്ങൾ, അവരുടെ കൂട്ടുകെട്ട് കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധയുള്ളവരാവണം. അതുപോലെ തന്നെ ഭക്ഷണത്തിലും അതേപോലെ വസ്ത്രത്തിലും വാഹനത്തിലും അവരെ ഉറങ്ങുന്ന ആ സ്ഥലത്തിലും എല്ലാ വിഷയത്തിലും ഒരിക്കലും ആഡംബരം കുട്ടികളെ പഠിപ്പിക്കരുത്. നമ്മൾ സ്നേഹിക്കണം, പുരുഷം വെക്കണം, പക്ഷെ എല്ലാത്തിലും കുട്ടികൾക്ക് ആഡംബരം, അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യം നമ്മൾ നൽകി കുട്ടികളെ വളർത്തരുത്. അത് ഭക്ഷണത്തിലാവട്ടെ, അവരെ വസ്ത്രത്തിലാവട്ടെ, അവരെ ഏത് വിഷയത്തിലാവട്ടെ, അത് പിന്നീട് നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങള് പഠിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചെങ്കിൽ നമ്മുടെ ബർസഖിയ ലോകത്ത് ആരുമില്ലാത്ത ഖബറിൽ അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. അങ്ങനെയുള്ള വിജയികളിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഈ